പറയുന്നുണ്ട്, മരണം ആസന്നമായപ്പോൾ മുആദ ബീവി റളിയല്ലാഹു അൻഹ മരണമാസന്നമായപ്പോൾ ചിരിക്കുകയും കരയുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം കരഞ്ഞു, പിന്നെ അങ്ങ് ചിരിച്ചു. അപ്പൊ മരണാസന്നമായി കൊണ്ടിരിക്കുകയാണ്. മുആദ ബീവിയോട് ചോദിച്ചു, ഇവർ താബിഈയത്താണ്, സ്വഹാബിയത്തല്ല, എന്തിനാണ് നിങ്ങൾ ബക്കൈതി സുമ്മ വഹകിതി, മുആദ നിങ്ങൾ കരഞ്ഞുവല്ലോ പിന്നെ ചിരിച്ചുവല്ലോ, ഫമിമ്മൽ ബുകാഉ വമിമ്മൽ വഹക്, എന്തിനാണ് നിങ്ങൾ ചിരിച്ചത്, എന്തിനാണ് കരഞ്ഞത്, ഒന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? അപ്പൊ മെല്ലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, സക്കറാത്തിൽ കിടക്കുന്ന മഹദി, യാ അല്ലാഹ്, ഞാൻ കരഞ്ഞത് ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഇനി നോമ്പെടുക്കാൻ കഴിയില്ലല്ലോ എന്ന് ഞാൻ ഓർത്തുപോയി, നിസ്കരിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഓർത്തുപോവുകയാണ്. അപ്പോഴെനിക്ക് സങ്കടം തോന്നി. എന്നോടൊരാൾ പറഞ്ഞു, രാത്രിയാവാൻ കൊതിയാണിപ്പോ, തഹജ്ജുദ് നിസ്കരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് രാത്രിയാവാൻ കൊതിയൂറി നടക്കുകയാണ്. അതൊക്കെ ഒരു വലിയ ഈമാനിന്റെ വാക്കാണ്. അള്ളാഹു നമുക്കൊക്കെ ആ ആനന്ദം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. രാത്രിയാവാൻ കൊതിച്ചത്, പകല് മുഴുവൻ രാത്രിയുണ്ടല്ലോ, എനിക്ക് അള്ളാഹുവിനോടൊന്ന് തുറന്ന് സംസാരിക്കണം, എനിക്ക് റബ്ബിന്റെ മുമ്പിൽ എന്റെ വിഷയം രാത്രി വരുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്. എന്താണ് പറയണത് മുഅ്മിനെ? ഒരു തലശ്ശേരിയുള്ള ഒരാളാണ് പറഞ്ഞത്, യാ അല്ലാഹ്, നമുക്കൊക്കെ അള്ളാഹു ഈമാൻ നൽകട്ടെ. എന്താണ് പറയുന്നതൊക്കെ? സത്യസന്ധമായിട്ട് പറയാം, വേറൊന്നും കിട്ടാനൊന്നുമില്ലല്ലോ, ആരും അറിയിക്കാനൊന്നും അല്ലല്ലോ. അത് തഹജ്ജുദിനൊരു ആനന്ദം വരുന്നു. ഞാൻ കരഞ്ഞത് ഇനി അല്ലാഹുവിന് സുബ്ഹാനല്ലാഹ് പറയാൻ എന്റെ നാവ് കൊണ്ട് കഴിയില്ലല്ലോ. മരിക്കല്ലേ, സ്വലാത്തിന്റെ മജ്ലിസിൽ ഇരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കരയാൻ തുടങ്ങിയത്, കൊണ്ടാണ് ഞാൻ കരഞ്ഞത്. പിന്നെ ഞാൻ ചിരിക്കാൻ കാരണം, ഇന്നി നളർതു ഇലാ അബിസ്സുഹ്ബാ, ഞാൻ മരിക്കാൻ പോകുന്ന ഈ നേരത്ത് എന്റെ ഭർത്താവ് അബുസ്സുഹ്ബാ, അതായത് സുലത്ത് ബിൻ അശിയം റഹ്മത്തുള്ളാഹി അലൈഹി, സുഹ്ബാഇന്റെ ഉപ്പ, എനിക്ക് അബുസ്സുഹ്ബാഇനെ കാണാൻ കഴിഞ്ഞു. മരിക്കുമ്പോൾ അങ്ങനെ കാണാൻ കഴിയുന്ന, മരിച്ചു കഴിഞ്ഞാൽ അതിലേറെ കാണും. മലക്കുകളെ മരിക്കാൻ പോകുന്ന ഒരാൾ കാണുന്ന, മരിച്ചാൽ അതിലേറെ കാണും. മുൻകർ നക്കീർ അലൈഹിസ്സലാമിനെ കാണൂലേ? ജനാസ അനുഗമിക്കുമ്പോൾ മലക്കുകളെ കാണും മയ്യത്ത്. പരിശുദ്ധ നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മരണം ശരിക്കങ്ങ് ദേഹത്തിൽ കയറി തുടങ്ങിയാൽ കാണാത്ത ലോകങ്ങൾ കാണും. അത് വിഭ്രാന്തിയല്ല, മാനസിക അവസ്ഥ നിലതെറ്റലൊന്നുമല്ല. അത് നബി തങ്ങൾ പറഞ്ഞു, മനുഷ്യന് കാണാൻ കഴിയും, നിങ്ങൾക്ക് കാണാൻ കഴിയും, നിഷേധിക്കുന്നതൊക്കെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. അബുസ്സുഹ്ബാഇനെ ഞാൻ കണ്ടു. ഖദ് അഖ്ബല ഫീ സുഹ്നി ദാരിൻ അലൈഹി ഹുല്ലതാനി ഖുദ്റാ, നല്ല മനോഹരമായ ഒരു വീടിന്റെ മുന്നിൽ എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയ ഷഹീദായ സുലത്ത് ബിൻ അശിയം തങ്ങൾ അബുസ്സുഹ്ബാ മനോഹരമായ രണ്ട് പച്ച പുതപ്പ് ധരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. വകാന ഫീ നഫരിൻ, എന്റെ ഭർത്താവിന്റെ ചുറ്റും വേറെയും ഒരുപാട് ആളുകളുണ്ട്. വല്ലാഹി മാ റഅയ്തു ലഹും ഫിദ്ദുന്യാ ശബഹ, ഈ ലോകത്ത് കാണുന്ന ഒരു മനുഷ്യരെ പോലെയുമല്ല, അത്രമേൽ സൗന്ദര്യമുള്ള ഒരു കൂട്ടം ആളുകൾക്കിടയിൽ എന്റെ ഭർത്താവ് മനോഹരമായ ഒരു വീടിന്റെ മുന്നിൽ നല്ല മനോഹരമായ രണ്ട് പച്ച പുതപ്പ് പുതച്ച് നിൽക്കുന്ന സന്തോഷത്തിന്റെ മുഖം ഞാൻ കണ്ടു. എനിക്ക് ഉറപ്പാവുകയാണ്, എന്നെ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോകാൻ വിളിക്കാൻ വന്ന പോലെ. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ. അല്ലാഹു നമുക്കൊക്കെ ഹുസ്നുൽ ആഖിബത്ത് അല്ലാഹു തരട്ടെ, ഹുസ്നുൽ ഖാതിമ, മരിക്കുമ്പോൾ നല്ല നിലയ്ക്ക് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ.